ഒന്ന് സംസാരിച്ചത് തീർക്കാനുള്ളൊരു മനസ്സുണ്ടോ? പോകുന്നുണ്ട്, അവരെ കാണാൻ പോകുന്നുണ്ട്. ഞാനവിടെ ആളെ വിട്ടിട്ടുണ്ട്. അവരുടെ വീട് നമ്മൾ എന്താ വേണ്ടിച്ച് ശരിയാക്കി കൊടുക്കും. വാറണ്ടി ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി ഉണ്ട്, നമ്മുടെ കയ്യിൽ ബില്ലും ഉണ്ട്, അതെല്ലാം നമുക്ക് റിപ്ലേസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ശരിയാക്കി തരുന്നില്ലെങ്കിൽ ഞങ്ങളത് സോഷ്യൽ മീഡിയ വഴി പറയേണ്ടി വരും. ഞങ്ങൾക്ക് പറയുന്ന രീതി ഭീഷണിയുടെ സ്വരം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. വേറെ ആരെങ്കിലും നല്ല വീട് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നിങ്ങൾക്ക് പൊളിച്ച് മാറ്റിത്തരാം. അതൊക്കെ ഇപ്പോൾ തെറ്റായ രീതിയിൽ ഞാൻ ഇടിച്ചു പൊളിക്കാൻ വരും, വീട് ഇടിച്ചു പൊളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയുക ഒരു മകനെ പോലെ നോക്കിയ വീടാണത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് ഞാൻ അവർക്ക് അതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതായിരുന്നു നമ്മുടെ പ്രശ്നം. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും അതിനോടൊരു ഇഷ്ടക്കേട് തോന്നും. ബാത്റൂമിലെ ടാപ്പുകൾ പൊട്ടി വീണത്, ഇതിനൊക്കെ 10 വർഷം 15 വർഷം വാറന്റിയുള്ള സാധനങ്ങളാണ്. ഇവർ ഇന്നേ വരെ ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ ഒരു 1 ടൈം ടാക്സ് അടക്കണം. നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. എനിക്ക് രേണുവിനോടോ അല്ലെങ്കിൽ രേണുവിൻ്റെ ഫാമിലിയോടോ എനിക്കൊരു പ്രത്യേക ദേഷ്യമോ അല്ലെങ്കിൽ പ്രത്യേക സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ അച്ഛനുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഒരു രോഗി അവർ നെഞ്ചത്ത് ഒരു ഫാന് പൊട്ടി വീണ് കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ്ടേ. കോമൺ പേഴ്സൺ, തേർഡ് പേഴ്സൺ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കണക്കുകൾ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നമ്മളതിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫിറോസ് ഒരു തരികിട വീടുണ്ടാക്കി പോയതാണെന്ന് ചോദിക്കുന്നു. ഫൗണ്ടേഷൻ മുതൽ ഇതുവരെയുള്ള എല്ലാ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ഫോട്ടോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന് മെറ്റീരിയൽ വാങ്ങിച്ച ബില്ലും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിന് മെയിൻ്റെനൻസ് ഉണ്ട്. ഇതിന് തെറി വിളിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണാം. ദയവേത് നിങ്ങൾ ആരും അത് ചെയ്യരുത്. രേണു സുധിയുടെ വീട് ചോരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആ ആരോപണം പരിശോധിച്ച് അത് എന്താ പറയുക, വേണ്ട നടപടി എടുക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. നമുക്ക് ചോർച്ച എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സമീപിച്ച രീതി അല്ലെങ്കിൽ അവർ ഇത് പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതായിരുന്നു നമ്മുടെ പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ പൊളൈറ്റ്ലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഒരാളോട് പറയാം ആ വെള്ളം ഇങ്ങോട്ട് എടുക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതും ആ വെള്ളം ഒന്ന് എടുത്ത് തരുമോ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻറ്റ് ടേണാണ്. ഇത് ഇവരെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഇവർ പല പ്രശ്നങ്ങളും നമ്മളോട് പറയുമ്പോഴും ഇവർ അതിൻ്റെ പുറത്തൊരു ഭീഷണിയുടെ സ്വരം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുമെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും അതിനോടൊരു ഇഷ്ടക്കേട് തോന്നും. അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണിത്. ഇതിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപ വരുന്ന ഒരു എക്സ്പെൻസ് വരുന്ന സംഭവമാണിത്. ഇന്ന് ഞാൻ ആൾറെഡി ഇത് നമ്മുടെ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളും വന്നപ്പോൾ ഒരുപാട് എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറയണ്ട അത് എങ്ങനെ ശരിയാക്കി കൊടുക്കുക. നിങ്ങൾ ഏതായാലും ഇത്രയും പൈസ ചിലവാക്കി നിങ്ങളൊരു വീടുണ്ടാക്കി, നിങ്ങളെ സംബന്ധിച്ചോളം അത് ശരിയാക്കുന്നൊരു എനിക്കത് കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ പ്രൊജക്ട് മാനേജറെയും അതേപോലെ തന്നെ അവിടുത്തെ സൈറ്റിലെ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറെയും വിളിച്ചു. എനിക്ക് തോന്നുന്നു ഇവർ ഒരു പക്ഷേ ഈ സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു മണിയാവുന്നു. ഈ സമയത്ത് ഒരു പക്ഷേ അവർ സൈറ്റിലെത്തിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടായിരിക്കും. അത് നാളെ തന്നെ മാക്സിമം അറ്റ് ദ ഏർലിയസ്റ്റ്, ഇന്നാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളത് പരിഹരിച്ചു കൊടുക്കും. അത് ചോർച്ചല്ല, വീണ്ടും ഞാൻ പറയുന്നത് അത് ചോർച്ചല്ല, അത് തൂവാലടിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ആ അവരുടെ ഒരു വീടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് തൂവാലടിക്കുന്നത് കുറച്ച് കൂടിപ്പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. പിന്നെ അവരുടെ മറ്റ് ചില ഇൻ്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി വാഷ് ബേസിൻ പൊട്ടി വീണു അല്ലെങ്കിൽ ബാത്റൂമിലെ ടാപ്പുകൾ പൊട്ടി വീണത്. ഇതിനൊക്കെ 10 വർഷം 15 വർഷം വാറന്റിയുള്ള സാധനങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ബിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവർ ഇന്നേ വരെ ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് ഏതെങ്കിലും ഈ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ജസ്റ്റ് മാനുഫാക്ചർ വിളിക്കുക, സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറയാം. അവരുടെ ഓൺ കോസ്റ്റിൽ വന്നിട്ട് സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇതൊന്നും നമ്മുടെ അടുത്തല്ല പറയുന്നത്. ഇപ്പോൾ ഇവർ ഒരുപാട് പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മറുപടി തരണമെന്ന് അല്ലെങ്കിൽ ഇതിനൊരു റിയാക്ഷൻ തരണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഒരുപാട് ഇതാകുമ്പോൾ നമ്മൾ വീണ്ടും സമൂഹത്തിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ട് വീണ്ടും നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാനൊരു എക്സ്പ്ലനേഷൻ തരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ചാറ്റിലടിക്കുകയാണ്, ആ ഒരു എന്താ പറയുക എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്, അത് ചാറ്റിലടിക്കുന്നു. പക്ഷെ ഇവർ പിന്നെയും പറഞ്ഞ അതല്ല പ്രശ്നം, അതല്ലാതെ അതിൻ്റെ റൂഫിന് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വീട് ചോരുന്നു എന്നുള്ള ആരോപണങ്ങളും പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവങ്ങളായി നിങ്ങൾ പരിശോധിച്ചിരുന്നോ? നമ്മൾ ഇന്ന് പരിശോധിക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ അവരെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നത് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നു, ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ വരുന്നതാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് അവിടെ കൺസ്ട്രക്ഷൻ മാനേജറും അതേപോലെ സൈറ്റ് സൂപ്പർവൈസറും ഉണ്ട്. അവരോട് ബാഹ്യമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്ത് പരിഹരിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് പേര് വന്നു കഴിഞ്ഞാൽ എന്ത് പൈസ വന്നു കഴിഞ്ഞാലും നോ പ്രോബ്ലം, നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷേ പറയുന്ന രീതി ഭീഷണിയുടെ സ്വരം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. പിന്നെ വന്നിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അപ്രൂവലിൻ്റെ ഒരു കാര്യമാണ്.
കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അത് കൊടുത്താലാണ് വീടിന്റെ നമ്പർ കിട്ടുള്ളൂ. അത് പഞ്ചായത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിന് മുൻപ് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് ഇതുവരെ? നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 7 മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത്. അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത്. അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഇവർ വില്ലേജിൽ ഒരു 1 ടൈം ടാക്സ് അടക്കണം. അത് ഇവരടക്കണം. ഇവർ 1500 രൂപയുടെ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, 1000-1500 രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത്, ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ അത് അടച്ചിട്ട് പോയെന്ന് പറയും. അത് അടയ്ക്കാൻ പോയപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഈ വീടിന് ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രൂവൽ നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ പഞ്ചായത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെയായിരുന്നു കുറേ കാലം. പിന്നെ അത് പുള്ളി സംഘടിപ്പിച്ച് ആ സമയത്താണ് നമ്മുടെ അപ്രൂവൽ എടുത്ത പയ്യൻ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളത് അപ്രൂവൽ പിന്നെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ആദ്യം അപ്രൂവൽ എടുത്ത ആളെ കൺസൈൻസ് ലെറ്റർ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കിട്ടി, അത് ഇമെയിൽ അയച്ച് അത് അപ്രൂവ് ആയത് ശരി കഴിഞ്ഞ ശേഷമാണ് പിന്നെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം വരുന്നത്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, സ്മാർട്ട് വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ വർക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. സിസ്റ്റം എറർ ഭയങ്കര പ്രശ്നമാണ്. അത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് സ്മാർട്ടിൻ്റെ ഇത് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ താജ് പത്തനംതിട്ട തന്നെ നമ്മൾ പുള്ളി ഹെഡ് ക്ലർക്കാണ് പഞ്ചായത്തിൽ. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിറോസ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയും. അത് പ്രകാരം കഴിഞ്ഞ ആഴ്ച അവരെ വീട്ടിൽ പോയി അത് കംപ്ലീറ്റ് ഡയമെൻഷനും കംപ്ലീറ്റ് എല്ലാം എടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് സബ്മിറ്റ് ചെയ്യണം. അത് വരച്ച് റെഡി ആയി കഴിഞ്ഞാൽ ഈ ആഴ്ച നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. നമ്മൾക്ക് അങ്ങനെ കൊടുക്കാതിരുന്നിട്ട് ഇപ്പം നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? ശരി, ഇപ്പോൾ ഈ സംസാരങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പബ്ലിക്കായിട്ടുള്ള റെസ്പോൺസിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് രേണുവിനോടോ അല്ലെങ്കിൽ രേണുവിൻ്റെ ഫാമിലിയോടോ എനിക്കൊരു പ്രത്യേക ദേഷ്യമോ അല്ലെങ്കിൽ പ്രത്യേക സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് അവരോടൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. ഇന്നേവരെ ഞാൻ അങ്ങനെയായിട്ട് സംസാരിച്ചിട്ടില്ല അവരുടെ അടുത്ത്. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവരൊരു ഭീഷണിയുടെ സ്വരം എപ്പോഴും ആഡ് ചെയ്യാണ്. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അത് നിങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. രേണുവായിട്ട് ഞാൻ ഇന്നേവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. വീട് താമസം കഴിഞ്ഞിട്ട് അന്ന് പോകുന്നതാണ്. ഞാൻ പറഞ്ഞു രേണുവിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവരുടെ അച്ഛനുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പിതാവായിട്ടാണല്ലോ സംസാരിച്ചിരുന്നത്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്? രേണുവിന്റെ പിതാവ് എപ്പോഴും പ്രശ്നങ്ങൾ പറയും, നിങ്ങൾ വന്നിട്ട് ശരിയാക്കി തരണം. അപ്പോൾ ഞാൻ പറയും, പൊന്നു ചേട്ടാ ഞങ്ങൾ ഇത്രയും ദൂരം നിന്ന് വരണം, നിങ്ങൾ ലോക്കലായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കി ഇത്രയും ദൂരം നിന്ന് ഞങ്ങൾ വരണം, അത് ലോക്കലായിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ശരിയാക്കിയാൽ പോരെ? അപ്പോൾ ഇല്ല നിങ്ങൾ തന്നെ ശരിയാക്കി തരണം, നിങ്ങൾ വീട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണത്, നിങ്ങൾ ശരിയാക്കി തരുന്നില്ലെങ്കിൽ ഞങ്ങളത് സോഷ്യൽ മീഡിയ വഴി പറയേണ്ടി വരും ഞങ്ങൾക്ക്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ആരാനും ഇറിറ്റേറ്റഡ് ആയി പോകും, ആരാനും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വീട് നിങ്ങൾക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ചേട്ടൻ അത് ഞങ്ങളെടുത്ത് പറ, ആ വീട് ഞങ്ങൾ പൊളിച്ച് അവിടുന്ന് മാറ്റിത്തരാം നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ വേറെ വീട് ഉണ്ടാക്കിക്കോ. ഇതടക്കം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ തെറ്റായ രീതിയിൽ ഞാൻ വീട് ഇടിച്ചു പൊളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയുക ഒരു മകനെ പോലെ നോക്കിയ വീടാണത്. നമ്മുടെ കുഞ്ഞുങ്ങളാരെങ്കിലും നമ്മൾ ഇടിച്ചു നിരത്തുമോ അല്ലെങ്കിൽ കൊല്ലുമോ? പുള്ളി ഇതൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമാണ് അത് കേൾക്കുമ്പോൾ കേട്ടോ. അതുപോലെ ഇന്നലെ വന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഫാൻ പൊട്ടി പിതാവിന്റെ നെഞ്ചത്തേക്ക് വീണു, അത് ബിഷപ്പിനോട് പറഞ്ഞിരുന്നു എന്നുള്ളത്. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെ ഞാൻ ഇന്നലെയാണ് കേൾക്കുന്നത്. ഫാന് പൊട്ടി വീഴുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഫാന് അദ്ദേഹത്തിന് ഒന്നാമത്തെ അദ്ദേഹം നമ്മൾ വീട് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ വീടൊന്ന് നനയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് വീടൊന്ന് നനയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫിനെ ഞാനിവിടെ നിർത്തണം, എന്നിട്ട് അതിന് ഡെയിലി ഞാൻ ശമ്പളം കൊടുത്തിട്ട് നനപ്പിക്കണം. ഇത് ചേട്ടാ നിങ്ങൾക്ക് നനക്കാൻ പറ്റുമോ? പുള്ളി പറഞ്ഞാൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഞാൻ ബൈപ്പാസ് സർജറി ഞാനെന്തോ കഴിഞ്ഞൊരു വ്യക്തിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ഇത്രയും ഭയങ്കരമായിട്ട് എന്താണ് ഒരു രോഗി നെഞ്ചത്ത് ഒരു ഫാന് പൊട്ടി വീണ് കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ്ടേ? എനിക്ക് തോന്നുന്നില്ല അവരെന്താ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വലിയൊരു കാറ്റ് വീശിയപ്പോൾ ഓട് പറന്നുപോയി, അങ്ങനെയൊക്കെ അതിന് സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവിടെ നമ്മൾ മുൻപ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഏകദേശം ഒരു 5-6 ഓടുകൾ പറന്നുപോയി. അവിടെ പറന്നുപോയപ്പോൾ നമ്മളെന്താ വെച്ചാൽ കംപ്ലീറ്റ് ഓടുകൾ നമ്മൾ ഇറക്കി, രണ്ടാമത് വീണ്ടും നമ്മൾ സ്ട്രോങ് ഇട്ടിട്ടാണ് വീണ്ടും നമ്മൾ അതിനകത്ത് ഓടുകൾ റീലോഡ് ചെയ്തത്.
പക്ഷേ അതിനേക്കാളും നല്ല സ്ട്രോങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പറന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം, ചാൻസ് ഉണ്ട് അതിന്. ഈ ഫിറോസിനെതിരെ ഉയരുന്ന ഒരു ആരോപണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അത് കുറച്ച് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് എന്താണ് അതിന് റിപ്ലൈ പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അന്ന് ഈ വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് പണപ്പിരിവ് നടന്നിട്ടുണ്ട്, ഏകദേശം നല്ല എമൗണ്ട് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പിരിഞ്ഞു കിട്ടിയ എമൗണ്ട് ഫുള്ള് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന് മറുപടി? നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് അന്വേഷിക്കാം. നമ്മൾ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കുന്ന സമയത്ത് ആ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് വേണമെങ്കിലും വരാം, അത് എടുത്തു തരാം. പിന്നെ നമ്മൾ സാധനം വാങ്ങിച്ച മെറ്റീരിയൽസ് കംപ്ലീറ്റ്, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരു 500 രൂപ തന്ന ആൾ വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ഫിറോസ് എനിക്ക് അതിൻ്റെ കണക്കുകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാനത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ നിങ്ങൾ 500 തന്നുള്ളൂ, കണക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. ഇനിവെന്തോ പൈസ തരാത്ത ഒരാൾ വന്നാൽ ഒരു കോമൺ പേഴ്സൺ, തേർഡ് പേഴ്സൺ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കണക്കുകൾ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നമ്മളതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ അതിന് മെറ്റീരിയൽ വാങ്ങിച്ച എക്സ്പെൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏകദേശം എത്ര രൂപയായി ആ വീട് പണിതെടുക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഏകദേശം അതിനകത്ത് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ടൈൽസ് ഷോപ്പിൽ നിന്ന് ഞാൻ ടൈൽസ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിങ്സ് നമ്മുടെ ഷോപ്പിൽ നിന്നാണ് കൊടുത്തത്. അതിൻ്റെ ബാത്ത് ഫിറ്റിങ്സ്, ടാപ്പുകളെല്ലാം നമ്മൾ ഫ്രീ, വാഷ് ബേസ് ഇതെല്ലാം എൻ്റെ ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഡോറ് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്. അതായത് ജിപ്സം പ്ലാസ്റ്ററിങ് ഒരാൾ വന്നിട്ട് ഫ്രീ ആയിട്ട് തന്നത്. അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ജോലി ചെയ്തിട്ട് പൈസ വാങ്ങിക്കാതെ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫർണിച്ചറെല്ലാം കൂടെ ഒരു 20-25 lakhs എന്തായാലും അതിനകത്ത് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആളുകൾ പറയുന്നത് അതിൽ കൂടുതൽ ഒരു പക്ഷെ പിരിച്ചു കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ ക്വാളിറ്റി സാധനങ്ങൾ വെക്കാതെ അവിടെ ഒരു കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട് പണിയിൽ എന്നുള്ള അത്തരത്തിൽ. ഇപ്പോൾ താങ്കൾ ശത്രുക്കളാകാം അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? അതിപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയണം, ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിലുള്ള ലേഡി ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഫിറോസ് ഒരു തരികിട വീടുണ്ടാക്കി പോയതാണെന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. നെഗറ്റിവിറ്റി നിങ്ങൾ ഒരാൾക്കും ഒരിക്കലും കൊടുക്കരുത്. അങ്ങനത്തെ ചോദ്യങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം, ഫിറോസ് ഉണ്ടാക്കിയ വീടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. വളരെ മാന്യമായ ചോദ്യമാണത്. ഇനിയിപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് വീടുണ്ടാക്കിയെന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ആ വീട് വന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ ഇതുവരെയുള്ള എല്ലാ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ഫോട്ടോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന് മെറ്റീരിയൽ വാങ്ങിച്ച ബില്ലും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ ഞങ്ങളൊരു തട്ടിക്കൂട്ട് പണി ഒന്നും ചെയ്തിട്ടില്ല. ആളുകൾ പെട്ടെന്ന് ഇതിൽ റിയാക്ട് ചെയ്യാൻ കാരണം, 1 വർഷം ആവുന്നേ ഉള്ളൂ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. എന്താ ഇതിനൊക്കെ ഒരു കാരണം? ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് നല്ലപോലെ ചെയ്യണ്ടേ. ഇപ്പോൾ അവർ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടിന് മെയിൻ്റെനൻസ് ഉണ്ട്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് വാങ്ങിക്കുകയാണ്, ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് പീരിയോഡിക്കൽ സർവീസ് ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വീടിനും മെയിൻ്റെനൻസ് ഉണ്ട്. ആ വീടിൻ്റെ മെയിൻ്റെനൻസും അവർ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം, വൃത്തിയാക്കി സൂക്ഷിക്കണം. ഇതൊക്കെ മെയിൻ്റെനൻസിൻ്റെ ഭാഗമാണ്. ബാത്റൂംസ് എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം. അതേപോലെ ടാപ്പുകൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. അവിടുത്തെ ടാപ്പുകളൊക്കെ പൊട്ടി എന്നാണ് ഞാൻ അറിഞ്ഞത്. അതേപോലെ വാഷ് ബേസും പൊട്ടി വീണെന്നൊക്കെ പറയുന്നു. വാഷ് ബേസിനൊന്നും അങ്ങനെ പൊട്ടി വീടില്ല. അത് ഒരു ഫുൾ സെറ്റായിട്ട് വരുന്നതാണ്. ഒരു പക്ഷേ ആദ്യമേ വെയിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഷ് ബേസും താഴെ വീഴും. അങ്ങനെ മെയിൻ്റെനൻസും കൂടെ നന്നായി കഴിഞ്ഞാലേ വീടിൻ്റെ ലൈഫ് കിട്ടുള്ളൂ. അത് എല്ലാത്തിൻ്റെയും ലൈഫ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇതുപോലെ രേണു മീഡിയാസിനെ വിളിച്ച് ഈ വീട് ചോരുന്നുണ്ട് എന്നുള്ളതിനൊരു വീഡിയോ എടുത്ത് പ്രൂഫായിട്ട് കാണിച്ചാൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ശീതലടിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഇന്ന് എൻ്റെ വർക്കേഴ്സ് പോകുന്നുണ്ട്. പിന്നെ ഈ ഓട് പറന്നു പോയി എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴേ അറിയുന്നത്. ഓട് അങ്ങനെ പറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ വെള്ളം വരാൻ സാധ്യതയുണ്ട്. അത് ഞാനറിയില്ല. അവർ പറയുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ വെള്ളം ചോരുന്നു എന്നാണ് അവരുടെ വീഡിയോസിൽ. അല്ലെ ഓട് പാറിപ്പോയി വരും പുതുതി കിട്ടിയ ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രേണുസുധി ഒരു പക്ഷേ ചിന്തിക്കാം, അതായത് ഇങ്ങനെ ദാനം കിട്ടിയ വീട്ടിൽ നിൽക്കുന്നതിലും ഭേദം അത് ഉപേക്ഷിച്ചിട്ട് വാടകയ്ക്കായാലും ഒരു വീടെടുത്ത് താമസിക്കാൻ ആണ് നല്ലതെന്ന് അത് ചിന്തിക്കുന്നുണ്ടെന്ന് രേണുസുധി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നു? ദാനം കിട്ടി, ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് അവരുടെ അവകാശമാണ്. ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളുണ്ട്. ഇത് അനാഥരായ 2 കുട്ടികൾക്ക് ദൈവം അവർക്ക് നൽകിയ അവകാശമാണ്. അത് ഞങ്ങളിലൂടെ അവർക്ക് കിട്ടിയെന്ന് മാത്രം. ഇതിൻ്റെ പേരിലൊന്നും അവർ വാടക വീട് എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരിക്കലും അവരെ അവിടെ നിന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ ആ വീട് അനാഥമായിട്ട് എടുക്കണം. അത് ഞങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുകയുള്ളൂ. പിന്നെ രേണുസുധി ഒരു പക്ഷേ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടറിയാം. അവർ ഒത്തിരി ബിസി ആയിട്ട് വരുന്ന ഒരാളാണ് മീഡിയ ഇതിനകത്ത്. ചിലപ്പോൾ അവർക്ക് ബേസ് എറണാകുളത്തേക്ക് മാറണമെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറണമെന്നോ ഒരു പക്ഷേ ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ മാറാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഞങ്ങളാരും അവരോട് അവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നോ മാറണമെന്നോ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല.
മാധ്യമങ്ങൾ വരുന്നു, വളരെ ആകസ്മികമായി ചോദിക്കുന്നു, അതായത് വീടിന് ചോർച്ചയുണ്ടോ? അപ്പോൾ രേണു കൊടുക്കുന്ന മറുപടി, എനിക്ക് കിട്ടിയ കാര്യങ്ങളിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, പക്ഷെ വീടിന് ചോർച്ചയുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു കരുതി കൂട്ടി നടക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടോ? അത് സ്ക്രിപ്റ്റഡ് ആണത്. അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരാളെ കാണു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ചോദിക്കുമോ രേണുസുധിയുടെ അടുത്ത്, രേണുസുധിയുടെ വീട് ചോരുന്നുണ്ടോ? രേണുസുധി പറയുന്നത്. അപ്പോൾ വേറെവിടെയൊക്കെ ചോരുന്നത്? അപ്പോൾ ഇന്ത്യ സ്ഥലത്ത് ചോരുന്നു പറഞ്ഞു. വേറെവിടെയൊക്കെ ചോരുന്നത് ചോദിക്കുമ്പോൾ അത് എന്നോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണത്. അതിനുശേഷം താങ്കളൊരു റിയാക്ഷൻ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതിൽ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേണുസുധിനെ ജനങ്ങളിലേക്ക് വലിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണോ എന്നുള്ള വിമർശനം? അയ്യോ, ഒരിക്കലും ഇല്ല കേട്ടോ. രേണുസുധിനെ ജനങ്ങൾ വലിച്ചു കീറണമെന്നോ അല്ലെങ്കിൽ രേണുസുധിനെ റോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. എന്താ വെച്ചാൽ അവർ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണ്, വളരെ ചെറുപ്പത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ദയവേത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും എൻ്റെ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടാണ് രേണുസുധിനെ തെറി വിളിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണാം. ദയവേത് നിങ്ങൾ ആരും അത് ചെയ്യരുത്. നമുക്കും പെങ്ങന്മാരുണ്ട്, അല്ലെങ്കിൽ നമുക്കും പെൺകുട്ടികൾ വളരുന്നുണ്ട്. അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ നമുക്കറിയില്ല. അവർക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര ഡിപ്രഷനും അല്ലെങ്കിൽ വളരെ ടെൻഷനൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് രേണുസുധി. അവരൊന്നും ഒരിക്കലും അവർ പറയുന്ന ചില കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നും പറയുന്നത്, അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യത്തിൽ അവർ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ. നമുക്ക് എന്താ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത്? ഒരു കുഴപ്പമില്ലല്ലോ അവരെ കൊണ്ട്. അവർ ജീവിക്കട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ അവരുടെ ലൈഫ്. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അവിടെ പോയി അവിടെ ചെന്നിരുന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിച്ച് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഒന്ന് സംസാരിച്ചത് തീർക്കാനുള്ളൊരു മനസ്സുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല അവരുടെ. ഞാൻ വെനസ്ഡേ എനിക്ക് അവിടെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അവിടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട്. ഞാൻ വെനസ്ഡേ അവിടെ പോകാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത്. എനിക്ക് അവരോടൊരു ദേഷ്യമോ വിദ്വേഷം, എനിക്ക് ആരോടും ഭൂമിയിലൊരു ദേഷ്യമോ വിദ്വേഷമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുവരെ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല പേര് കേൾപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ വെനസ്ഡേ അവിടെ പോകുന്നുണ്ട്, അവരെ കാണാൻ പോകുന്നുണ്ട്. രേണുസുധിയുടെ വീട്, അതായത് സുധിലയത്തിന്റെ ആ നെയിം ബോർഡിന്റെ താഴെ ഗിഫ്റ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു തരത്തിലുള്ള മാർക്കറ്റിംഗ് ആയിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഈ ആരോപണങ്ങളോട് അനുബന്ധിച്ച് വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയുന്നവരോട്, അതായത് ഇത് മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമായിരുന്നു, അല്ലാതെ നല്ല മനസ്സോടുകൂടി ചെയ്തതല്ല എന്ന വിമർശനങ്ങൾ. അതിനകത്ത് രണ്ട് കാര്യമാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ വീട് നൽകിയത് നമുക്ക് ഒരുപാട് പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ഫേം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മേനെ ഒരുപാട് ആൾക്കാരെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റിംഗ് ആണെന്ന് ചിന്തിക്കുന്നവർക്ക് ആ രീതിയിൽ ചിന്തിക്കാം. പക്ഷേ മാർക്കറ്റിംഗ് ആണെങ്കിലും വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ പല ആൾക്കാരും പല പ്രോഗ്രാമും സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ IPL സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ കളികൾ സ്പോൺസർ ചെയ്യുന്നതിലും ഇതിനൊക്കെ കോടികളാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്കും ഇതേപോലെ കോടികൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ IPL അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സോ ഇതൊക്കെ അടിച്ചു. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്ത് കൊടുക്കുകയാണ്. അത് സ്പോൺസർഷിപ്പ് മാർക്കറ്റിംഗ് ആണെങ്കിൽ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മാർക്കറ്റിംഗ് ആയിരിക്കാം, മാർക്കറ്റിംഗ് തന്നെയാണത്. പക്ഷേ അതുകൊണ്ടൊരു കുടുംബത്തിന് ഒരു ഗുണം കിട്ടിയില്ലേ? അങ്ങനെ ചിന്തിച്ചോളൂ. അതിനൊരു മറുവശമല്ലേ, ഒരു പോസിറ്റീവായിട്ടൊരു വശമല്ലേ? ഓക്കെ, ഇപ്പോൾ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇരയാക്കപ്പെട്ട ഒരാളാണ് താങ്കൾ എന്ന് തോന്നിയിട്ടുണ്ടോ? രേണു ബിഗ് ബോസിൽ പോവായിരിക്കും എന്തുലായിക്കോട്ടെ. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇടങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും കയറാറില്ല. ഇപ്പോഴും ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ പറയും. എൻ്റെ സ്പേസിലേക്കല്ല, എൻ്റെ ഒരു പ്രൊഫഷണൽ സ്പേസിലേക്ക് രേണു കയറിയപ്പോൾ മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതും രേണുവിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പേഴ്സണലായിട്ട് ആരെയും ഞാൻ മോശക്കാരായിട്ടോ ഒന്നും ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് പറയില്ല. ഇത് തന്നെയാണ് എൻ്റെ നിലപാട്. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ അവിടെ ആളെ വിട്ടിട്ടുണ്ട്. അവരുടെ വീട് നമ്മൾ എന്താ വേണ്ടിച്ച് ശരിയാക്കി കൊടുക്കും. വാറണ്ടി ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടി ഉണ്ട്, നമ്മുടെ കയ്യിൽ ബില്ലും ഉണ്ട്. അതെല്ലാം നമുക്ക് റിപ്ലേസ് ചെയ്ത് കൊടുക്കാം. രേണുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് വീട് തല്ലിപ്പൊളിക്കും എന്ന് പറഞ്ഞു എന്നാണ്. എന്താണ് അതിനകത്ത് വാസ്തവം? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കുറേ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നല്ല വീട് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നിങ്ങൾക്ക് പൊളിച്ച് മാറ്റിത്തരാം. അതിലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു വീട് നിർമ്മിച്ച് കൊടുക്കാം എന്ന് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ ഒരു ആരോപണങ്ങളോടുകൂടി താങ്കൾ മനസ്സ് മടുത്തിട്ട് ഇനി ഇങ്ങനെയുള്ള സഹായങ്ങൾക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിലെന്തെങ്കിലും ഒരു വീണ്ടും വിചാരം വരുമോ? അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തു? അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ചിന്തിച്ചാൽ ഈവൻ ഇത് ചിന്തിക്കാൻ കാരണം വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫിറോസ്ക അതെങ്ങനെയും തീർത്തു കൊടുക്കുക. അവർ നിങ്ങൾ കൊടുത്ത വീടല്ലേ, അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ചെയ്തു കൊടുക്കുക, നിങ്ങളത് പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നു. മറ്റുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല.
ബിഷപ്പിനെതിരെയും സ്ഥലം കൊടുത്തു എന്ന പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു ഈ ഒരു അദ്ദേഹത്തെ സംസാരിച്ചത് അദ്ദേഹത്തിന് ഇന്നലെ കാലത്തൊരു ഇൻ്റർവ്യൂ കണ്ട് അതൊരു വേർഷനാണ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂ കണ്ട് അത് വേറൊരു വേർഷനാണ്. പുള്ളി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പുള്ളിയുടെ സ്റ്റാൻഡ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പുള്ളി നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. താങ്കളുടെ കയ്യിൽ നിന്ന് പേഴ്സണലി താങ്കൾ ഒരുപാട് പൈസ ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഉണ്ടെന്നൊന്ന് കണക്ക് പറയാൻ പറ്റുമോ? ശരിക്കും നമ്മൾ ഒരാൾക്ക് കൊടുത്ത പൈസ കണക്ക് പറയാൻ പാടില്ല എന്ന് പറയാം. എന്നാലും ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് ഞാൻ അവർക്ക് അതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ? പോക്കറ്റിൽ നിന്ന്, ബിസിനസ് പ്രോഫിറ്റ് എന്ന് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ബിസിനസ് ചെയ്തിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ട വെച്ച തുകയിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപ ഞാൻ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഒരു നേതൃത്വത്തിലാണ് നമ്മൾ ആ വീട് പണിത് കൊടുത്തിട്ടുള്ളത്. ആ കൂട്ടായ്മയിലുള്ള മറ്റംഗങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ? അവരെല്ലാവരും ഇതന്നെ പറയുന്നത്. ഞാൻ എന്താണോ പറയുന്നത് അതിനോട് അനുകൂലിക്കുന്നത്. ഇന്നലെ അവരൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾക്ക് മനസ്സിലായത് അവിടെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത് അവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന ഒന്നാണോ? വെള്ളം വീണാൽ അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. ജിപ്സം പ്ലാസ്റ്ററിംഗ് നമ്മൾ വെള്ളം നനവ് തട്ടിക്കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു നനവിൻ്റെ ഒരു കിളിർപ്പിൻ്റെ ഒരു കളർ വരാൻ സാധ്യത കൂടുതലാണ്. ജിപ്സം പ്ലാസ്റ്ററിംഗ് അവിടെ ചെയ്യാൻ കാരണം വെച്ചാൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആക്ച്വലി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാസ്റ്ററിംഗ് ആട്ടോ. പലരും ജിപ്സം ബോർഡാണ് ചെയ്തെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് പലർക്ക്. അത് ഉള്ളിൽ പാർട്ടീഷൻ ജിപ്സം ബോർഡല്ല. ഏറ്റവും നല്ല ബ്രിക്ക് നമ്മൾ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി നോക്കി ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബ്രിക്ക് വാങ്ങിച്ചിട്ടാണ് അവിടെ നമ്മൾ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തത്. ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ കാരണം അത് നല്ല കൂളും നല്ല ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നനവ് തട്ടിക്കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ചെറിയ ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ട്. അത് അങ്ങനെ സംഭവിക്കും. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് അങ്ങനെ പ്രശ്നമുണ്ട്. നനവ് തട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ബാക്കിയുള്ളതിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കോസ്റ്റ്ലിയാണ്, നല്ല ഫിനിഷിംഗ് ആണ്. അവിടുത്തെ മതിലിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. മതിൽ ഒരിക്കൽ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് പൊളിഞ്ഞ് വീണതാണ്. കംപ്ലീറ്റ് എല്ലാം കൂടെ പൊളിഞ്ഞു. കാരണം വെച്ചാൽ തട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് അടിയിലത്തെ ഭാഗത്ത് മണ്ണെല്ലാം ഈ മഴയത്ത് ഇളകിപ്പോയി കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അടിഭാഗത്ത് മണ്ണ് ഇളകിപ്പോയി കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. അപ്പോൾ അതിനെന്തോ ക്രാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും ഞങ്ങളതൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞാൽ മതിലൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. വെറുതെ നമ്മളെ ലാസ്റ്റ് വെച്ചിട്ട് മതിലൊക്കെ കൊടുത്തു, കുറേ ഫർണിച്ചറൊക്കെ കൊടുത്തു. ആവശ്യമില്ലാത്ത വയ്യാവേലി തലയിൽ വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മതിലിനൊക്കെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് കേൾക്കുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞ പോലെ രേണു ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരികയാണെങ്കിൽ വീട് പണിയുടെ സമയത്ത് രേണുവായിട്ട് താങ്കൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ആ കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. രേണുവിൻ്റെ ഫാദറാണ് സംസാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് രേണുവായിട്ടുള്ളൊരു കോൺടാക്റ്റ് കട്ടായി പോയത്? രേണുവിൻ്റെ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറുമായിരുന്നു. രേണുവിൻ്റെ പഴയ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും ആക്റ്റീവ് അല്ല. ഞാൻ മെസ്സേജ് അയച്ചു നോക്കുമ്പോഴും അത് റീഡ് ചെയ്യുന്നൊന്നുമില്ല. മൊബൈലിൽ വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ ഇപ്പോൾ ഇല്ല, നിലവിലില്ല എന്നൊക്കെ പറയുന്നത്. രേണുവിൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം ഒരു പരിഹാരം കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്.